ഗിരിപ്രഭാഷണം വായിക്കുമ്പം അത് നമ്മളെ വെല്ലുവിളിക്കുന്ന പോലാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. നിങ്ങൾ ആത്മാർത്ഥമുള്ള ക്രിസ്ത്യാനിയാണെങ്കിൽ, പൂർണ്ണമായ സത്യസന്ധനാണെങ്കിൽ, നീ അങ്ങനെയാണെങ്കിൽ നീയും പറയും, ഞാനും ഇങ്ങനെയാണ് പറഞ്ഞത്. കർത്താവ്, ഇത് എത്ര ബുദ്ധിമുട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ഹൃദയം എപ്പോഴും ലോകത്തിലെ കാര്യങ്ങളിലേക്കാണ് മടങ്ങി വരുന്നത്. ഞാൻ പറയുന്ന ഭൂമിയിൽ ഞാൻ ചെയ്യുന്ന ജോലിയെ പറ്റിയല്ല, നമ്മുടെ മൂല്യങ്ങളെ പറ്റിയാണ്. ഭൂമിയിലുള്ള ജോലി നാം ചെയ്യണം. യേശു ഒരു മരപ്പണിക്കാരനായിരുന്നു. താൻ ആ മരപ്പണി ചെയ്തപ്പം ആ മരപ്പണിയിൽ അവൻ ശ്രദ്ധയുള്ളവനായിരുന്നു. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നു. ഞാൻ പറയുന്നത് നമ്മുടെ മൂല്യബോധ്യത്തെ പറ്റിയാണ്. ഞാൻ പറഞ്ഞു, കർത്താവ്, എൻ്റെ മൂല്യബോധം എപ്പോഴും സ്വർഗീയമായിരിക്കണം. ഇതെങ്ങനെ എനിക്ക് സാധിക്കും? എനിക്കെങ്ങനെ എന്നെ തന്നെ ഈ ലോകത്തിന് മരിച്ചവനായിട്ട് എണ്ണാൻ കഴിയും? ഈ ഇടത്തേക്ക് എനിക്ക് എങ്ങനെ വരാൻ കഴിയും? ഒരു മരിച്ച മനുഷ്യന് ഈ ഭൂമിയിൽ താല്പര്യമില്ലാത്ത പോലെ എനിക്ക് വായിത്തീരാനായിട്ട്. ഇതിനായിട്ട് ഞാൻ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അവൻ എന്നോട് പറയും, നീ പരിശുദ്ധാത്മാവുണ്ടെന്ന് അറിയണം. ഞാൻ കാണുന്ന പുതിയ നിയമത്തിൽ നമ്മളോട് പറയുന്നതല്ല ഒരു വെല്ലുവിളിയാണ്. ദൈവം നോക്കുന്ന എത്ര പേര് ഇത് കണ്ടെത്തിയിട്ട് എനിക്ക് ഈ ജീവിതം വേണമെന്ന് പറയുന്നുണ്ട്. ഇതാണ് നീ ആഗ്രഹിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ എനിക്ക് കഴിയുന്നില്ല. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഒരു പണിയാണ്, എന്നെ ആത്മാവ് കൊണ്ട് നിറയ്ക്കണേ. ഞാൻ വിശ്വസിക്കുന്നു പുതിയ നിയമം മുഴുവനും ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. ദൈവം ആളുകളെ പരിശോധിക്കുന്നു, എന്നിട്ട് നോക്കുന്നു എത്ര പേര് ഈ ജീവിതത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് ഒന്ന്. രണ്ടാമത്, ഈ ജീവിതത്തിലേക്ക് എത്താൻ കഴിയില്ലെന്നറിയുന്നവരെ. എന്നിട്ട് ചിലരെ പോലെ നമ്മൾ അത് വിട്ടുകളയുകയല്ല. പല ആളുകളും ഇത് വായിച്ചിട്ട് ഇത് അസാധ്യമാണെന്ന് പറഞ്ഞ് അത് വിട്ടുകളയും. കർത്താവിനെ സ്വീകരിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് പോകണം, അത്രയും മതി. എന്നാൽ മറ്റു ചിലർ പറയും, ദൈവവചനത്തിൽ ദൈവം എത്രയോ താളുകളിൽ ഇത് എഴുതി വച്ചിരിക്കുന്നത് ഇത് അസാധ്യമാണെന്ന് നമ്മളെ പഠിപ്പിക്കാനല്ല. അല്ല, ഇത് സാധ്യമാണ്. എന്നാൽ എന്തോ എൻ്റെ ജീവിതത്തിൽ അതിന് കുറവായിട്ടുണ്ട്. ശരിയാണ്. നിങ്ങൾ ചോദിക്കുമ്പോൾ കർത്താവ് അത് കാണിച്ചു തരും. അത് പരിശുദ്ധാത്മാവിൽ നിറയുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ സ്വർഗത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുവരികയാണ്. നീ എന്തോ പോരാടി നിനക്ക് കിട്ടുന്ന ഒരു കാര്യമല്ലത്. രാത്രി മുഴുവനും നീ അധ്വാനിച്ച് അല്ല, അത് പടകിൻ്റെ വലത്തുഭാഗത്ത് നീ വല വീശുമ്പം കർത്താവ് അത് നിറയ്ക്കുന്നതാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കുന്നത്. ഇത് മനോഹരമായൊരു ജീവിതമാണ്. ഞാൻ പറയട്ടെ, നമ്മൾ ആരും ഈ ജീവിതം നഷ്ടപ്പെട്ടതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ഈ ദൈവവചനം വായിക്കുമ്പം അത് നിങ്ങളിൽ ഈ ജീവിതത്തിനായിട്ടുള്ള ഒരു ദാഹവും വിശപ്പും നിങ്ങളിലുണ്ടാകട്ടെ. ഇതുപോലുള്ള ദൈവവചന ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അടുത്ത വാക്യത്തിലേക്ക് നിങ്ങൾ പോകരുത്. എങ്കിൽ ഈ ജീവിതത്തിനായിട്ട് ദാഹമില്ലെന്നാണ് അത് കാണിക്കുന്നത്. ഉദാഹരണത്തിന് ഒരൊറ്റ വാക്യം, കൊലോസ്യർ 3:2. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. നിങ്ങളുടെ ഹൃദയം അവിടെ സ്ഥിരമായിരിക്കണം, ഈ ഭൂമിയിലുള്ള കാര്യങ്ങളല്ല. കർത്താവെ, ഇതെനിക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? ഞാൻ ഈ ഭൂമിയിൽ എൻ്റെ ജോലി ചെയ്യുമ്പോൾ തന്നെ ഈ സ്വർഗീയ മൂല്യബോധ്യം എനിക്ക് എപ്പോഴും എങ്ങനെ സൂക്ഷിക്കാൻ കഴിയും? എങ്ങനെ എനിക്ക് ദൈവാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും? മനുഷ്യൻ്റെ മാനത്തിൽ നിന്ന്, ലോകത്തിലുള്ള ആളുകൾ എന്നെ പുകഴ്ത്തുന്നതിൽ നിന്ന്, മനുഷ്യൻ നടത്തുന്ന വിമർശനങ്ങൾ, എൻ്റെ പുറകിൽ അവർ പറയുന്ന കാര്യങ്ങൾ, അതെന്നെ അല്പം പോലും ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് ജീവിക്കണം. സ്വർഗത്തിലുള്ളവർക്ക് ഭൂമിയിലുള്ളവർ അവരെ പറ്റി എന്തു പറയുന്നു എന്നുള്ളതല്ല വിഷയം. ചിന്തിച്ചു നോക്കി ഇങ്ങനെ ജീവിക്കുന്നത്. ഇത് സാധ്യമാണോ? പിശാച് പറയില്ല, വചനം പറയുന്ന കഴിയുമെന്നാണ്. ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുപിട്ടിട്ടുള്ള വളരെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ടുള്ളൂ ഈ മൂല്യമനുസരിച്ച് ജീവിക്കുന്നവർ. എന്നാൽ ചിലരുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു നമുക്കെല്ലാവർക്കും അവിടെ എത്താൻ കഴിയും. വചനം പറയുന്ന പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളവനെ അന്വേഷിക്കുന്നതിൽ അവനെ കണ്ടെത്തുമെന്നാണ്. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കും. ദൈവത്തിന് ആരോടും മോഹവശമില്ല. ദൈവത്തിന് ആരോടും മോഹവശമില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, മറ്റൊരാൾക്ക് ചെയ്ത് അവൻ നിനക്കും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, നമ്മൾ ആ പാട്ടിൽ പാടുന്ന പോലെ യേശുവിന് അവൻ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി അവൻ ചെയ്യും. പരിശുദ്ധാത്മാവ് ഒരു സ്വർഗീയ മനസ്സുള്ളവനായിട്ട് ഈ ഭൂമിയിൽ നടക്കാനായിട്ട് യേശുവിനെ സഹായിച്ചെങ്കിൽ, ഈ പാട്ട് പാടുമ്പോൾ നിങ്ങളിത് ഓർക്കണം. അവൻ യേശുവിന് വേണ്ടി ചെയ്യും, നിനക്ക് വേണ്ടി ചെയ്യും. നീ അത് വിശ്വസിക്കുന്നോ? ഉണ്ടോ? എങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിക്കുക. ഏതാണ്ട് 60 കൊല്ലം ക്രിസ്ത്യാനിയായി ജീവിച്ചതിന് ശേഷവും ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുകയാണ്. അധികമായിട്ട് എനിക്ക് ഈ ജീവിതം വേണം. അതിനുവേണ്ടി എത്ര വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ ഈ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതിന് കാരണം ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങയുടെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ പശ്ചാത്താപമില്ലാത്തവനായിട്ട് അവിടെ നിൽക്കാൻ. അതാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത്. ഞാൻ ആ ന്യായാസനത്തിന് മുമ്പ് നിൽക്കുമ്പോൾ എനിക്കന്ന് ഒരു കുറ്റബോധവും തോന്നരുത്. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ പശ്ചാത്തപിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് വെളിച്ചം കിട്ടിയപ്പോൾ മുതൽ
അവിടുത്തെ ന്യായാസനത്തിന് മുമ്പാകെ കുറ്റമറ്റവനായിട്ട് എനിക്ക് നിൽക്കണം. ഞാൻ ഒത്തിരി കേട്ടു. പ്രത്യേകിച്ച് ഈ സഭയിൽ വരുന്ന നിങ്ങൾ എത്രയോ അധികം കാര്യങ്ങൾ കേട്ടു. കുറഞ്ഞത് ഇപ്പം മുതൽ നിങ്ങൾ പറയുക, കർത്താവേ, ഇനിയും തുടർന്നുള്ള എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ മുമ്പാകെ വിശ്വസ്തനായിട്ട് ജീവിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പറയുക. കുറഞ്ഞ പക്ഷം ഇന്നു മുതൽ അന്ത്യകാലത്ത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിങ്ങളുടെ ജീവിതത്തെ അവൻ ശോധന കഴിക്കും. അന്നൊരു പ്രത്യേക ദിവസം മുതൽ നിങ്ങൾ ജീവിച്ച വിധത്തെ ഓർത്ത് നിങ്ങൾക്ക് പശ്ചാത്താപം തോന്നരുത്. നിങ്ങൾ ക്രിസ്തുവിലുള്ള ജയത്തോടെ ജീവിക്കണം. കാരണം അവൻ എന്നെ ഒരു സ്വർഗീയ മനസ്സുള്ളവനാക്കി തീർത്തു. ഇങ്ങനെ ഒരു ജീവിതം സാധ്യമാണ്. അതിൻ്റെ ഒന്നാമത്തെ പടി ഇത് നിങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളത് വിശ്വസിക്കുകയും അതിനുവേണ്ടി ദാഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുക. അവൻ ഒരു മുഖപക്ഷവുമല്ല. അവൻ യേശുവിന് വേണ്ടി എന്തു ചെയ്തു അതുതന്നെ അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. യേശുവിനെ അവൻ എങ്ങനെ കരുതിയോ അതുപോലെ നിങ്ങളെ അവൻ കരുതും. ഈ സത്യം ഞാൻ വിശ്വസിച്ചപ്പം എൻ്റെ ജീവിതത്തെ അത് മാറ്റി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ദയവായിട്ട് നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറഞ്ഞ ഈ കാര്യങ്ങൾ ഞങ്ങൾ മറന്നു പോകാൻ ഇടയാക്കരുത്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ എത്രമാത്രം ആശയക്കുഴപ്പമാണ് പിശാച് സൃഷ്ടിച്ചിരിക്കുന്നത്. വചനത്തിൻ്റെ താളുകൾ ഓരോന്നോരോന്നായിട്ട് വായിക്കുമ്പോൾ ഓരോരോ വാക്യങ്ങൾ വായിക്കുമ്പോഴും അവർ പറയും ഇതൊന്നും സാധ്യമായ കാര്യമല്ല. പിശാചിനെ നാം എതിർത്തുകൊണ്ട് വേണം. ദൈവവചനത്തിൽ എന്തൊക്കെ പറയുമോ അതൊക്കെ സാധ്യമാണ്. അവിടുത്തെ കൽപ്പനകളൊന്നും അസാധ്യമല്ല. അവൻ്റെ കൽപ്പനകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാണെന്ന് പറയുന്ന ഒരു ജീവനുള്ള സാക്ഷികളായിരിക്കണം നമ്മൾ. കർത്താവെ, അങ്ങനെ അവിടുത്തെ സാക്ഷികളായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.